ദിവസം പുറത്തു വന്ന BJP നേതാവ് കൃഷ്ണകുമാറിന്റെ മകളുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട കേസ്. അതിനാദ്യം വന്നതൊരു കള്ളക്കേസാണല്ലോ. ഞാൻ അതിനെക്കുറിച്ച് ഒന്നിലധികം വീഡിയോസ് ചെയ്തൊരു വ്യക്തിയാണ്. കൃത്യമായ കാര്യങ്ങൾ അറിഞ്ഞ് മാത്രം വീഡിയോ ചെയ്യണമെന്ന് വലിയ നിർബന്ധം ഉള്ളത് കൊണ്ട് തന്നെ എല്ലാം അറിഞ്ഞ് വൈകിട്ടൊക്കെയാണ് ഞാൻ വീഡിയോ ചെയ്യാറ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോസിന്റെ ഒക്കെ താഴെ വന്ന് ഒരുപാട് പേര് പറയുന്നുണ്ടായി, താനിക്ക് ഇത് എങ്ങനെ അറിയാം ഇവർ കട്ടു എന്നുള്ളത്, എന്താ ആധികാരികത പുറത്താണ് താൻ ഈ സംസാരിക്കുന്നത്, താൻ പൈസ വാങ്ങിയിട്ടാണോ സംസാരിക്കുന്നത് എന്ന് വരെ ചോദിച്ച ആൾക്കാരുണ്ട്. ഇന്നത്തെ ഈ വീഡിയോയില് ഞാൻ പറയുന്നത് എനിക്കറിയാവുന്ന ആ ആധികാരികതയെ കുറിച്ച് കൂടിയാണ്. വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ കോൺട്രിബ്യൂഷൻസിന്റെ കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഹെൽപ്പ് ഞങ്ങൾക്ക് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ചെറിയ തുകയാണ്, അതിപ്പോൾ 1 രൂപയായാലും 10 രൂപയായാലും നമുക്ക് പ്രോബ്ലം ഉള്ള കാര്യമല്ല. അത്രയധികം നിങ്ങളുടെ സപ്പോർട്ട് ഇപ്പോൾ കൂടുതൽ ആവശ്യമുള്ളത് കൊണ്ടാണ് വീണ്ടും പറയുന്നത്. എന്റെ GPay ആൻഡ് വാട്സ്ആപ്പ് നമ്പർ താഴെ കൊടുത്തേക്കാം. അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വാർത്തകളും നിങ്ങൾക്ക് അതിലേക്ക് അയക്കാവുന്നതാണ്. പബ്ലിക് ഒപ്പീനിയൻ ചാനലിൽ പരസ്യം ചെയ്യാനുള്ള ഒരു ഓഫറും കൂടി ഞങ്ങൾക്കും ഞങ്ങൾ നൽകിയിട്ടുണ്ട്. ഏകദേശം 1000 രൂപയ്ക്കകത്ത് വരുന്ന രീതിയിലാണ് നമ്മുടെ പാക്കേജസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് വാട്സ്ആപ്പ് ചെയ്യുക. സോ ബാക്ക് ടു ദ ടോപ്പിക്. കഴിഞ്ഞ ദിവസം ന്യൂസ് ചാനലുകൾക്ക് മുമ്പിൽ വന്ന് തങ്ങളെ തട്ടിക്കൊണ്ടുപോയെന്നും ഭീഷണിപ്പെടുത്തി പണം വാങ്ങിയെന്നും പറഞ്ഞ് പ്രത്യക്ഷപ്പെട്ട 3 സ്ത്രീകൾ. ആ സ്ത്രീകളെ കുറിച്ച് തന്നെയാണ് വീണ്ടും പറയാനുള്ളത്. സ്വന്തമായി അതിബുദ്ധി കാണിച്ചിട്ട് വലിയൊരു കുഴപ്പത്തിൽപ്പെട്ട ഒരു കഥ കൂടി ഇതിനകത്തുണ്ട്. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത എന്താണെന്ന് പറഞ്ഞാൽ, ദിയ കൃഷ്ണ പറഞ്ഞത് സത്യമാണ്. അവരുടെ സ്ഥാപനത്തിൽ നിന്നും പൈസ മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അത് ഈ ജീവനക്കാരുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുമുണ്ട്. അവിടെ നിന്നും ആ പൈസ പിൻവലിച്ചിട്ടുമുണ്ട് എന്ന് ബാങ്കിന്റെ പരിശോധനകളിലൂടെ പോലീസ് ഇപ്പോൾ തെളിയിച്ചിരിക്കുന്നു എന്നതാണ് കാര്യം. ദിയ കൃഷ്ണ തന്നെ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടുന്നുണ്ടായി. ഈ കുട്ടികൾ വെബ്സൈറ്റിൽ റിയാക്ട് ചെയ്യുന്ന ആൾക്കാർ, അതായത് OYOC എന്ന ആ കുട്ടിയുടെ സ്ഥാപനത്തിന്റെ വെബ്സൈറ്റിൽ ഒരു മോഡൽ കണ്ടിട്ട് നമ്മൾ റിയാക്ട് ചെയ്യുവാണെങ്കിൽ അവരുടെ വാട്സപ്പിലേക്കാണല്ലോ ഡയറക്റ്റ് പോകുന്നത്. ആ വാട്സപ്പിൽ ഇവര് റിപ്ലൈ ചെയ്തിട്ട് ഇവരുടെ പേഴ്സണൽ നമ്പർ കൊടുക്കുകയാണ്. ഈ പെൺകുട്ടികളിൽ ഒരാള് പേഴ്സണൽ നമ്പർ കൊടുത്തിട്ട് ഇതിനകത്തേക്ക് ഫണ്ട് ഇടൂ, ഇതിനകത്തേക്ക് വാട്സപ്പ് ചെയ്യൂ എന്ന് പറയുന്നത് വളരെ പച്ചയ്ക്ക്. ഇതൊക്കെ കസ്റ്റമേഴ്സ് കൊടുത്താന്ന് ആലോചിക്കണം ദിയയ്ക്ക്. അങ്ങനെ ഒരുപാട് തെളിവുകള് സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നു കഴിഞ്ഞു. തുടക്കം മുതൽ ഞാൻ എന്തുകൊണ്ടാണ് കൃഷ്ണകുമാറിനൊപ്പം നിൽക്കുന്നത് എന്ന് വെച്ചാൽ നമുക്കിത് കേൾക്കുമ്പോൾ തന്നെ അറിയാം. ഈ പറയുന്ന പോലെ തട്ടിക്കൊണ്ടുപോയി ഇതാണെന്നൊക്കെ പറയുന്ന സംഗതികളിൽ എത്രത്തോളം ഫൂളിഷ്നെസ് ഉണ്ടെന്നുള്ളത്. അത് തെളിയിക്കാൻ ഇന്ന് രാവിലെ ഏഷ്യാനെറ്റ് ന്യൂസ് പുറത്തുവിട്ട ഒരു CCTV ദൃശ്യം കൂടി ഞാൻ കാണിക്കാം. തട്ടിക്കൊണ്ടുപോയെന്നായിരുന്നു ജീവനക്കാരികളുടെ പരാതി. പക്ഷേ ദിയയുടെ കവടയാറിലെ ഫ്ളാറ്റിൽ നിന്ന് പോലീസ് ശേഖരിച്ച CCTV ദൃശ്യങ്ങളിൽ അങ്ങനെയില്ല. സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ചുള്ള ചർച്ച ബഹളത്തിലേക്ക് നീങ്ങിയപ്പോൾ ഫ്ളാറ്റ് അസോസിയേഷൻ പ്രതിനിധികൾ ഇടപെട്ടു. പിന്നാലെ കൃഷ്ണകുമാറിനും കുടുംബത്തിനുമൊപ്പം 3 ജീവനക്കാരികളിൽ 2 പേർ കാറിൽ കയറുന്നുണ്ട്. ഈ ദൃശ്യങ്ങളാണ് CCTVയിലുള്ളത്. ഇതിനകത്ത് വ്യക്തമാണ് കൃഷ്ണകുമാറിന്റെ കാറിലേക്ക് ഈ പെൺകുട്ടികൾ കയറി പോകുന്നത് ആരെങ്കിലും നിർബന്ധിച്ചിട്ടോ പിടിച്ചു തള്ളിയിട്ടോ ഭീഷണിപ്പെടുത്തിയിട്ടോ ഒന്നുമല്ല. എന്നാൽ ഈ പെൺകുട്ടി കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്താണ്? അതുകൂടി ഒന്ന് കാണാം. 3 കാറുകളിലായിട്ടാണ് ദിയ രാധുവിനെ സെപ്പറേറ്റ് ഒരു കാറിൽ, ഞങ്ങളെ 2 സെപ്പറേറ്റ് ഒരു കാറിൽ നിർബന്ധിപ്പിച്ച് അത് തട്ടിക്കൊണ്ട് പോകുന്ന തന്നെയാണ്. നമ്മൾ അറിയാത്തൊരു വണ്ടിയിൽ നമ്മളെ കയറ്റിയിട്ട് പോകുന്നത് കണ്ടോ. അവരുടെ അനുവാദമില്ലാതെ അവരെ കയറ്റിക്കൊണ്ട് പോകുന്നത് തട്ടിക്കൊണ്ട് പോകലാന്നാ പറയുന്നത്. ആ വീഡിയോ കണ്ടിട്ട് ഇവരുടെ അനുവാദം ഇല്ലാതെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതായിട്ട് നിങ്ങൾക്ക് തോന്നിയോ? അപ്പോൾ സത്യം വെളിച്ചത്ത് വന്നു കഴിഞ്ഞു. എന്നാൽ ഇവിടെ നമ്മൾ അഡ്രസ് ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഇവിടത്തെ കേരള പോലീസിന്റെ പ്രവർത്തന രീതി. ഞാൻ കൃഷ്ണകുമാറിനൊപ്പം നിൽക്കാൻ ആദ്യത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇൻസ്റ്റയിൽ ദിയ കൃഷ്ണനെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ഏകദേശം ഒരാഴ്ച മുൻപ് ഇതുമായി ബന്ധപ്പെട്ട് ദിയ കൃഷ്ണ ഇടുന്ന സ്റ്റാറ്റസുകളും അതിന്റെ വാർത്തകളും ഒക്കെ കൃത്യമായി കണ്ടതുകൊണ്ട് തന്നെ ഇവരുടെ സ്ഥാപനത്തിൽ ഓൾറെഡി ഇങ്ങനെ ഒരു തട്ടിപ്പ് പരിപാടി നടന്നിട്ടുണ്ട്, ദിയ കൃഷ്ണ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഇവരുടെ കൗണ്ടർ കേസിന്റെ വാർത്ത വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഏകദേശം ചോദ്യത്തോടു കൂടി ഈ കേസിനെ നമ്മൾ വീക്ഷിക്കാൻ കാരണം. വളരെ പെട്ടെന്ന് തന്നെ ചുരുളഴിഞ്ഞ് ഇതിന്റെ സത്യം പുറത്തു വന്നത് കേരള പോലീസിന്റെ മിടുക്കാണോ? അല്ല. മുഖ്യമന്ത്രി ഇടപെട്ടപ്പോഴാണ് ഈ കാര്യത്തിൽ തീരുമാനമുണ്ടായത്. അല്ലെങ്കിൽ കൗണ്ടർ കേസിൽ പോലീസ് നടപടി എടുക്കുമായിരുന്നു എന്നാണ് കൃഷ്ണകുമാർ അടക്കം പറയുന്നത്. എങ്ങനെ നടപടി എടുക്കുമായിരുന്നു? കൗണ്ടർ കേസ് ഈ സ്ത്രീകൾ കൊടുക്കുന്നതിന് തലേ ദിവസം കൃഷ്ണകുമാറും കുടുംബവും അവരുടെ സ്ഥാപനത്തിൽ നടന്ന തട്ടിപ്പിനെ കുറിച്ചിട്ട് ഇതേ മ്യൂസിയം പോലീസിൽ പരാതി നൽകിയിരുന്നു. ACPക്കാണ് പരാതി നൽകിയത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അവരതിനെപ്പറ്റി അന്വേഷിക്കാം എന്ന് പറഞ്ഞു വിട്ടതല്ലാതെ ഒന്നും തന്നെ ചെയ്തില്ല. എന്നാൽ പിറ്റേ ദിവസം ഈ സ്ത്രീകൾ വ്യക്തമായ പ്ലാനിങ്ങോടുകൂടി കൃഷ്ണകുമാറിനെ ടാർഗറ്റ് ചെയ്ത്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, 5 സ്ത്രീകൾ ഉള്ള വീട്ടിൽ ഒരൊറ്റ ആണായി പോയതാണ് ആ മനുഷ്യൻ ചെയ്ത തെറ്റെന്ന് ആലോചിക്കണം. ഇവിടത്തെ നിയമങ്ങൾ സ്ത്രീപക്ഷമാണ്. അത് തെറ്റാണെന്ന് നമ്മൾ എടുത്തെടുത്ത് പറയുന്നത് ഈ കാരണങ്ങൾ കൊണ്ടുകൂടിയാണ്. അദ്ദേഹം ഡ്രസ്സിൽ പിടിച്ചു വലിച്ചു, അശ്ലീല ചൊവ്വയോടെ സംസാരിച്ചു എന്നൊക്കെ ഈ പെൺകുട്ടികൾ ലജ്ജയില്ലാതെ പറയും. നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? 4 പെൺകുട്ടികളുടെ അച്ഛനായ ഓരോ സമയത്തും മാധ്യമങ്ങൾക്ക് മുൻപിൽ വരുമ്പോൾ എന്റെ പെൺകുട്ടികൾ സമ്പാദിച്ചിട്ടാണ് ഞാൻ ഉണ്ണുന്നത്, എന്റെ മക്കള് അവർ ഇഷ്ടത്തിന് ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നതെന്ന് അഭിമാനത്തോടെ പറയുന്ന ആ അച്ഛൻ
മറ്റൊരു പെൺകുട്ടിയോട് അങ്ങനെ പെരുമാറും എന്നത് വിശ്വസിക്കാൻ കഴിയും? അപ്പൊ ഇത്ര പച്ച നുണ ഇവരിങ്ങനെ പബ്ലിക്കിന് മുന്നിൽ വന്ന് വിളിച്ചു പറയുമ്പോൾ നമുക്കേ അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷെ പോലീസ് വിശ്വസിച്ചു. പോലീസ് അവരുടെ കൂടെ ഇറങ്ങി ജാമ്യമില്ലാ വകുപ്പ്, അത് ആർക്കെതിരെ വരെ, ഗർഭിണിയായ ദിയാ കൃഷ്ണയ്ക്കെതിരെ വരെ ചാർത്തിക്കൊണ്ടാണ് രംഗത്ത് വന്നത്. ഒരു BJP നേതാവായതുകൊണ്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പിടിപാടുണ്ടായതുകൊണ്ടും കൃഷ്ണകുമാറിന് നീതി കിട്ടിയെന്നൊന്നും പറയാൻ കഴിയില്ല. പക്ഷേ അറസ്റ്റ് പോലുള്ള വേട്ടയാടലുകളിൽ നിന്ന് അദ്ദേഹം ഒഴിവായി കിട്ടി. അതിന് അദ്ദേഹം മുഖ്യമന്ത്രിയോടും പേഴ്സണൽ സെക്രട്ടറി P ശശിയോടും എല്ലാം നന്ദി പറയുന്നത് കേട്ടു. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, പ്രിവിലേജ് ആയ ഒരാൾക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കയറി ചെല്ലാം, ഹണി റോസ് ചെന്നതുപോലെ. എന്നാൽ പ്രിവിലേജ് അല്ലാത്ത ആളുകളോ? നമ്മൾ കണ്ടതാണല്ലോ, ജാതി പറഞ്ഞ് ആക്ഷേപിച്ച്, മോഷണ കുറ്റം ആരോപിച്ച് ഇതേ കവടിയാറില് ദളിത് വിഭാഗക്കാരിയായ ഒരു ചേച്ചിനെ ആക്ഷേപിച്ചിട്ട് ഇതേ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആ ചേച്ചിയും വക്കീലും കൂടി പോയപ്പോൾ P ശശി എങ്ങനെയാണ് റിയാക്ട് ചെയ്തത്? ഇതൊക്കെ കോടതി കൊണ്ടുപോയാൽ മതി, ഇതൊന്നും ഇവിടെ അല്ല എടുക്കുന്നത് എന്നാണ് പറഞ്ഞത്. പക്ഷെ കൃഷ്ണകുമാറിനോട് ചിരിച്ച് വളരെ ബ്രീഫ് ചെയ്തൊക്കെ ഇരിക്കുമായിരുന്നു ഓൾറെഡി മുഖ്യമന്ത്രി. ഈ നാട്ടിൽ എന്ത് കാര്യം നടന്നാലും എനിക്കറിയത്തില്ല എന്ന് പറയുന്ന ഒരാൾ. അപ്പൊ ഞാൻ പറയുന്നത്, പ്രിവിലേജ്ഡ് ആയ ആളുകൾക്ക് മാത്രം മതിയോ നീതി? അവർക്ക് മാത്രം മതിയോ ന്യായം? ബാക്കിയുള്ളവർ എവിടെ പോകണം? സാധാരണക്കാരെല്ലാം ആശ്രയിക്കുന്ന സ്ഥലമാണ് നമ്മുടെ പ്രദേശത്തെ പോലീസ് സ്റ്റേഷൻ. ആ പോലീസ് സ്റ്റേഷനുകളുടെ ഇന്നത്തെ അവസ്ഥ എന്താണ്? ഓരോ ദിവസം എത്രയധികം മെസ്സേജുകളും കമന്റുകളുമാണ് വരുന്നതെന്ന് അറിയാമോ? പോലീസ് കേസ് എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്. ഒരാളുടെയും രണ്ടാളുടെയും അനുഭവം അല്ല ഇത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, എനിക്ക് ഇവിടെ ഒരു ആക്സിഡന്റ് ത്രെട്ടനിങ് ഉണ്ടായിട്ട് പാതിരാത്രി ഒരു പെണ്ണായി ഞാൻ പോയി ഇവിടെ പാലാരിവട്ടം സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് ആ പരാതി എങ്ങോട്ട് പോയെന്ന് പോലും അവർക്കറിയില്ല. അവർ GD എൻട്രി ചെയ്ത് ആ സ്ലിപ്പ് പോലും തരില്ല. നമ്മൾ ചോദിക്കുമ്പോൾ നമ്മുടെ അടുത്ത് ദേഷ്യപ്പെട്ട അത് വിളിക്കാന്ന് പറഞ്ഞില്ലേ നാളെ? ഇങ്ങനെയാണ് അവർ പറയുന്നത്. എല്ലാവരുടെയും അനുഭവം ഇത് തന്നെയാണ്. എന്റെ സുഹൃത്തും സിനിമാ നിരൂപകയും എഴുത്തുകാരിയും ഒക്കെ ആയ അനു ചന്ദ്ര കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഇതേ ഒരു അനുഭവം പങ്കിട്ടിരുന്നു. ഒരു ആക്സിഡന്റിന് ശേഷം അവർക്കുണ്ടായ അനുഭവം. അവരുടെ വോയിസ് ക്ലിപ്പ് ഒന്ന് കേൾക്കാം. ഇപ്പൊ അടുത്തൊരു ദിവസം എന്റെ കാൽമുട്ടിന് ഒരു പരിക്ക് സംഭവിക്കുന്നു, അപകടം വഴിയാണ്, ഞാൻ പരാതി കൊടുക്കുന്നു. ഈ ദിവസം ഇന്ന സമയത്ത് ഈ വഴിയെ പോകുന്ന ഈ നിറത്തിലുള്ള വാഹനം എന്നെ ഇടിച്ചു തെറിപ്പിച്ച് കടന്നു കളഞ്ഞു, ആ വാഹനത്തിന്റെ നമ്പർ കണ്ടെത്തി തരണം എന്നാണ് പരാതിയിൽ പറയുന്നത്. പക്ഷെ പോലീസ് വിളിച്ചു പറയുന്നു അത് അവരുടെ ജോലിയല്ല, നമ്മളാണ് വാഹനത്തിന്റെ നമ്പർ കണ്ടെത്തി കൊടുക്കേണ്ടത്. കുടുംബത്തിലെ ആണുങ്ങളോ അല്ലെങ്കിൽ നാട്ടിലെ ആണുങ്ങളോ ബന്ധത്തിലുള്ള ആണുങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് അന്വേഷിച്ച് നമ്പർ കൊടുത്താൽ അവർ പരാതി എടുക്കാം, FIR ഇടാം എന്നാണ് പറയുന്നത്. ഇല്ലെങ്കിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു. ഇത് കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞ് അഡ്വക്കേറ്റിനോട് സംസാരിക്കുമ്പോൾ അഡ്വക്കേറ്റ് പറയുന്നു അല്ല അത് അവരുടെ ജോലിയാണെന്ന് പറയുന്നു. SP-ക്ക് പരാതിപ്പെടാൻ പറയുന്നു. ഞാൻ SP-ക്ക് മെയിൽ ചെയ്യുന്നു. അങ്ങനെ അവർ വീണ്ടും അന്വേഷണം സ്റ്റാർട്ട് ചെയ്യാണ്. അത് കഴിഞ്ഞ് അവർ അന്വേഷിക്കുന്നു. പക്ഷെ അന്വേഷണത്തിൽ ഞാൻ ഒട്ടും ഓക്കെയല്ല. എനിക്ക് വ്യക്തമാകുകയാണ് എനിക്കൊരു നീതിയും കിട്ടാൻ പോകുന്നില്ല, ഇവര് എന്നെ കബളിപ്പിക്കുന്നു എന്നുള്ള ഫീൽ വന്നു തുടങ്ങി. ഫൈനലി എനിക്ക് ഇതിന്റെ പുറകെ നിൽക്കാനുള്ള മാനസികാരോഗ്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ തന്നെ പിന്മാറി. വേണ്ട, മുൻപോട്ട് പോവേണ്ട എന്ന് വിചാരിച്ച് പിന്മാറി. ചെറിയ ചെറിയ കേസുകളിൽ നടക്കുന്ന കാര്യമാണ് ഈ പറഞ്ഞത്. വലിയ കേസുകളിൽ ഇതിനേക്കാൾ മോശമായിട്ടായിരിക്കും പോലീസ് പലപ്പോഴും ഇടപെടുന്നത്. അങ്ങനെ അറിയുന്ന കാര്യങ്ങളും എനിക്കറിയാവുന്ന കാര്യങ്ങളും ഉണ്ട്. ഇപ്പൊ നമ്മുടെ നിർമ്മാതാവായിട്ടുള്ള സാന്ദ്ര തോമസ് കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു, ഒരു സ്ത്രീയും പ്രതികരിക്കാനായിട്ട് പ്രശ്നങ്ങൾ വന്നാലും പ്രതികരിക്കാൻ ഇറങ്ങരുത് എന്ന്. നീതി കിട്ടാൻ പോണില്ല. അവരുടെ അനുഭവം കൊണ്ടാണ് അവർ മനസ്സിലാക്കിയതാണ് ആ കാര്യം. അവരെല്ലാ തെളിവോടും കൂടി പോലീസിനെ സമീപിച്ചു. അവർക്ക് നീതി പോയിട്ട് ഒരു അന്വേഷണം പോലും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. കൂട്ടത്തിൽ അവർ പറയുന്നുണ്ട് മുഖ്യമന്ത്രിയിലേക്ക് ആക്സസ് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല, പറ്റുമായിരുന്നെങ്കിൽ ആ വഴി നോക്കുമായിരുന്നു എന്ന്. അപ്പൊ അവിടെ ഒരു കാര്യം ആലോചിക്കണം, മുഖ്യമന്ത്രിയിലേക്ക് എത്തി പരാതി നേരിട്ട് പറയുന്നവർക്ക് നീതി ഇവിടെ കിട്ടുന്നുണ്ട്. ഹണി റോസ് ആണെങ്കിലും കൃഷ്ണകുമാർ ആണെങ്കിലും മകളായ ദിയകൃഷ്ണ ആണെങ്കിലും ഒക്കെ നീതി കിട്ടുന്നുണ്ട്. അപ്പൊ ഇവിടേക്ക് ഇരട്ട നീതിയാണ് സംഭവിക്കുന്നത്. സാധാരണക്കാർക്ക് ഒരു നീതിയില്ല, മാനുഷികമായ പരിഗണന പോലും പോലീസ് പലപ്പോഴും കൊടുക്കുന്നില്ല. എന്തൊരു മോശമായിട്ട് പലപ്പോഴും അവർ നമ്മളോട് സംസാരിക്കുന്നതെന്ന് അറിയാവോ? പലപ്പോഴും നമുക്കൊരു ട്രോമയാണ് പോലീസ് സ്റ്റേഷനിൽ പോയി തിരിച്ചു വരുമ്പോഴേക്കും. നമ്മൾ പരാതിയും കൊണ്ട് പോകുന്നു, നമുക്ക് ട്രോമ തരുന്നു. മറിച്ച് ഇതുപോലെയുള്ള സെലിബ്രിറ്റീസിനൊക്കെ മുഖ്യമന്ത്രിയിലേക്ക് നേരിട്ട് പോയിട്ട് മുഖ്യമന്ത്രി വഴി നീതി കിട്ടുന്നു. സോ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? സെലിബ്രിറ്റീസ് എവിടെയാണ് നിൽക്കുന്നത്? ഒരു സംസ്ഥാനം, അവിടെ ഒരു മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രി പലർക്കും പല രീതിക്ക്, സാധാരണക്കാർക്ക് വേറെ രീതിക്ക്, സെലിബ്രിറ്റീസിന് വേറെ രീതിക്ക്, ഒരു കൂട്ടർക്ക് നീതി ഉണ്ടാക്കി കൊടുക്കുന്നു, മറ്റുള്ളവർക്ക് നീതിയില്ല. ഇത് ശരിയല്ല. എല്ലാവർക്കും ഒരുപോലെ നീതി കിട്ടേണ്ടവരൊക്കെ അത് അർഹിക്കുന്നുണ്ട്. എല്ലാവർക്കും ഒരുപോലെ അങ്ങനെ കിട്ടണം. ഇത് പലർക്കും പല രീതിക്കാണ്. അപ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ, നിങ്ങൾ മുഖ്യമന്ത്രിയുടെ നമ്പർ പബ്ലിക് ആക്കുക. നമുക്ക് എല്ലാവർക്കും മുഖ്യമന്ത്രിയെ ആക്സസ് ചെയ്യാൻ പറ്റണം. അതല്ല എങ്കിൽ പോലീസ് അവരുടെ ജോലി കൃത്യമായിട്ട് ചെയ്യണം. ഇവിടെ പോലീസിനെ നിയന്ത്രിക്കാൻ ആരെങ്കിലും ഉണ്ടോ? എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ പോയി കഴിഞ്ഞാൽ വളരെ മോശമായ പെരുമാറ്റമാണ്. എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാലേ ട്രോമ എന്നുള്ള അവസ്ഥയിലേക്ക് മാറുകയാണ്. ഇനിയൊരു കേസ് വന്നാൽ പോലീസിലേക്ക് പോകാൻ നമ്മൾ മടിക്കും. സാധാരണക്കാരായ പലരുടെയും അവസ്ഥ ഇതാണ്. എന്നാൽ അതേസമയം അപ്പുറത്ത് മുഖ്യമന്ത്രി പലർക്കും സപ്പോർട്ട് കൊടുക്കുന്നു, എല്ലാ വിധത്തിലുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഈ ഒരു പക്ഷപാതം കാണിക്കുന്ന രീതി തന്നെ എന്തൊരു മോശമായിട്ടുള്ള കാര്യമാണ്. ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ് ഇത് കാണിക്കുന്നത്. ഒരു സംസ്ഥാനത്തുള്ള ഒരു പോലീസ് സേനയാണ് ഈ കാണിക്കുന്ന വൃത്തികേടൊക്കെ കാണിക്കുന്നത്. ഇവിടെ സാധാരണക്കാരായ ജനങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്? സാധാരണക്കാരായ ജനങ്ങൾക്ക് എന്ത് ഒരു മാനുഷികമായിട്ടുള്ള മൂല്യമാണ് കിട്ടുന്നത്? ഒന്നും കിട്ടുന്നില്ല. ഇനി ഞാൻ എന്റെ അഭിപ്രായം പറയുന്നത് എന്റെ അനുഭവം വെച്ചിട്ടാണ്. എനിക്കറിയാവുന്ന പലരുടെ അനുഭവം വെച്ചിട്ടാണ്. പോലീസിന്റെ പെരുമാറ്റം ശരിയല്ല, പോലീസ് കേസ് കൊണ്ടുപോകുന്ന രീതി ശരിയല്ല, പോലീസിന്റെ വ്യക്തി താല്പര്യങ്ങൾ ഒട്ടുമേ ശരിയല്ല. ചെയ്യേണ്ട ജോലി ചെയ്യണം. അതിന് പറ്റില്ലെങ്കിൽ അവർ സ്ഥലം വിട്ടങ്ങ് പോകണം.
പുതിയ പുതിയ ആളുകൾ വരട്ടെ, നല്ല ജോലി ചെയ്യാൻ കഴിയുന്ന, അതിനുവേണ്ടി ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, അവർക്ക് വരട്ടെ. ഇത് ജോലി എന്ന് പറഞ്ഞ് ശമ്പളം വാങ്ങുന്നു, പക്ഷെ പണി ചെയ്യുന്നില്ല. ജനങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള സുരക്ഷയും കിട്ടുന്നില്ല. മുഖ്യമന്ത്രിയാണെങ്കിൽ പക്ഷപാതം കാണിക്കുന്നു, പലരോടും പല രീതിക്കുള്ള ഒരു മുഖ്യമന്ത്രിയെ മാറുന്നു. ആക്സിഡന്റ് ഉണ്ടായ വണ്ടി ഏതാണെന്നും അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും CCTV വിഷ്വൽസ് അടക്കം ആരാണോ പരാതി കൊടുക്കുന്നത് അയാൾ കൊണ്ടുപോയി കൊടുക്കണമെന്നാണ് ഏമാന്മാർ പറയുന്നത്. പിന്നെ അവരുടെ ജോലി എന്താണ്? കേസ് അന്വേഷിക്കാനല്ലെന്നുണ്ടെങ്കിൽ എന്തിനാണ് പോലീസ് സ്റ്റേഷൻ എഴുതി ഈ ജോലിക്ക് ഇവർ വന്നിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇടിച്ച വണ്ടിയെ പിടിക്കാതെ അല്ലെങ്കിൽ അതിനുവേണ്ടി യാതൊരു അന്വേഷണവും നടത്താതെ ഈ അനുചന്ദ്രയുടെ, അതായത് പരാതി കൊടുത്ത ആളുടെ വണ്ടിയാണ് പോലീസ് സ്റ്റേഷനിൽ നാളുകളോളം പിടിച്ചിട്ടിരുന്നത്. അവസാനം കേസ് എന്തെങ്കിലും ആട്ടെ, എന്റെ വണ്ടി ഇങ്ങതാ, നിങ്ങൾ ഇതിനെ ഇത് ഇവിടെ പിടിച്ചിട്ടിരിക്കുന്നത്, എനിക്ക് അത് ഉപയോഗിക്കണ്ടേ എന്ന് പറഞ്ഞ് ആ വണ്ടി എടുത്തു കൊണ്ടുവരേണ്ട ഗതികേടിലാണ് ഈ അനുചന്ദ്ര എന്ന് പറയുന്ന വ്യക്തി. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇവിടെ ഒരു മനുഷ്യനും നീതിയില്ല. നീതി ലഭിക്കണമെങ്കിൽ നിങ്ങൾ പണക്കാരനായിരിക്കണം, അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വാധീനം ഉണ്ടായിരിക്കണം, പൗരപ്രമുഖനായിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ മിനിമം ഹണിറോസിനെയൊക്കെ പോലെ വലിയ പ്രിവിലേജ് ഉള്ള വലിയ സെലിബ്രിറ്റിയും ആയിരിക്കണം. അല്ലാതെ ഒരു സാധാരണക്കാരനാണെങ്കിൽ ഇലക്ഷന് വേണ്ടി വോട്ട് ചെയ്യാൻ പോയി ക്യൂ നിന്ന് വോട്ട് ചെയ്യുന്ന ഒരു സാധാരണക്കാരനാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന യാതൊരു പ്രശ്നങ്ങളിലും പോലീസ് ഇടപെടില്ല, നിങ്ങൾക്ക് നീതി ഉണ്ടാവില്ല. അപ്പുറത്ത് നിൽക്കുന്ന ഒരാൾ കമ്മിയാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ട. നീതി എന്ന് പറയുന്നത് അപ്രാപ്യമാണ്. തീർച്ചയായും നമ്മൾ സത്യവും ന്യായവും വിലയിരുത്തുന്നത് പുറത്തു വരുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. തെളിവുകൾ എടുത്തു കൊണ്ടുവരേണ്ട പോലീസ് അത് ചെയ്യാതെ ആവുമ്പോൾ എന്ത് വലിയ ഭവിഷ്യത്തുകൾ ഇവിടെ ഉണ്ടാവും. ഇപ്പൊ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് തന്നെ ബന്ധപ്പെട്ടിട്ട് അവർ മുൻകൂർ ജാമ്യം എടുക്കുകയൊക്കെ ചെയ്ത് അറസ്റ്റ് വേണ്ട എന്ന് പറഞ്ഞു പോലീസ് ഇപ്പോൾ പിൻവാങ്ങി എന്ന നിലയിലാണ്. പോലീസ് അടങ്ങി എന്ന് തന്നെ പറയാം. കൃഷ്ണകുമാറിനെതിരെ വാളെടുത്തു വന്ന പോലീസ് അടങ്ങിയത് എന്തുകൊണ്ടാണ്? മാധ്യമങ്ങളാണ് അതിന് സഹായിച്ചത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്നാലും ഞാൻ പറയുകയാണ്, മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ ആരെങ്കിലും അദ്ദേഹത്തെ സഹായിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളല്ലേ? ഈ പെൺകുട്ടികളുടെ വീഡിയോസ്, ഈ പെൺകുട്ടികൾ ദിയയെ കുറിച്ചും ദിയയുടെ കുടുംബത്തെ കുറിച്ചും പറയുന്ന ആക്ഷേപകരമായ വീഡിയോസ് ഇങ്ങനെ പുറത്തിറക്കി വിട്ടുകൊണ്ടിരിക്കുമായിരുന്നു. അല്ലാതെ അവരുടെ ഭാഗം പറയുന്ന അല്ലെങ്കിൽ ഇതല്ലല്ലോ സത്യം എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള വീഡിയോസോ കാര്യങ്ങളോ ഒന്നും മെയിൻ സ്ട്രീമിൽ വന്നിട്ടില്ല. എന്നാൽ ഇന്നു മുതൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇതിന്റെ സത്യം പുറത്തു കൊണ്ടുവന്നത് യൂട്യൂബ് പോലെയുള്ള സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്ന കുറെ ആളുകളാണെന്ന് ഞാൻ പറയുള്ളൂ. അവരാണ് ഇതിങ്ങനെയല്ല എന്നതുകൊണ്ട് ഇതെല്ലാം എടുത്തുകൊണ്ട് പുറത്തു വന്നത്. ഒരുപക്ഷെ കേരളത്തിലെ സ്ഥിതി ഇതുപോലെ തന്നെ ആയിരിക്കും എന്നറിഞ്ഞുകൊണ്ടായിരിക്കണം അവർ വീഡിയോസ് ഒക്കെ എടുത്തു സൂക്ഷിച്ചത്. അതല്ലായിരുന്നെങ്കിൽ കൃഷ്ണകുമാർ എന്ന മനുഷ്യന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അദ്ദേഹം സ്ത്രീപീഡകനും ജാതിയിൽ താണൊരാളെ വിഷമിപ്പിച്ചവനും അതും ഇതും ഒക്കെ ആയിട്ട് ഇപ്പൊ മുദ്ര കുത്തപ്പെട്ടേനെ അല്ലെ? എല്ലാവരും അദ്ദേഹത്തെ കല്ലെറിഞ്ഞേനെ. അപ്പൊ ഈ കേരളത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അത് തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവം നടക്കുകയാണെന്നുണ്ടെങ്കിൽ ദയവായിട്ട് അതെങ്ങനെ വീഡിയോ എടുക്കണമെന്നുള്ളത് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കാം. CCTV നിങ്ങളുടെ വീട്ടിലാണെങ്കിലും അതുപോലെ നിങ്ങൾ ഇടപെടുന്ന എല്ലാ മേഖലകളിലും ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതിന്റെ വിഷ്വൽ നിങ്ങളുടെ കയ്യിൽ കിട്ടാനുള്ള ആക്സസ് എപ്പോഴും സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. വണ്ടി ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ഡാഷ് ക്യാമ പോലുള്ള സംഭവങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കുക. കാരണം നിങ്ങളുടെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാൽ തെളിവ് കൊണ്ടു കൊടുക്കേണ്ട ബാധ്യത നിങ്ങളുടെയാ. പോലീസ് അത് ചെയ്യില്ല, കേരള പോലീസ് അത് ചെയ്യില്ല. ഇവിടെയുള്ളത് 2 മുഖ്യമന്ത്രിയാണ്. അത് അനുചന്ദ്രയുടെ വാക്കുകളിൽ പറഞ്ഞത് എത്ര ശരിയാണ്. പ്രിവിലേജ്ഡ് ആയവർക്കുള്ള ഒരു മുഖ്യമന്ത്രി, സാധാരണക്കാർക്ക് ഒരിക്കലും കണ്ടുകിട്ടാത്ത ഒരു മുഖ്യമന്ത്രി, അതാണ് ഇവിടെ ഉള്ളത്. ഇപ്പൊ പോലീസിൽ നിന്ന് ഇത് കിട്ടാൻ പോലീസ് മന്ത്രിയിലേക്ക് പിടി വേണം എന്ന് പറയുന്ന ദുരവസ്ഥയ്ക്ക് എന്ന് മാറ്റം ഉണ്ടാകുന്നോ അന്നേ കേരളം ഇനി ഗതി പിടിക്കും. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സംഭാവനകളുടെ കാര്യം മറക്കണ്ട, സപ്പോർട്ടിന്റെ കാര്യം മറക്കണ്ട, അഡ്വർടൈസ്മെന്റിന്റെ കാര്യം മറക്കണ്ട. തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ.